السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. صدق الله مولانا العظيم. وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവാധരണീയരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാന്റെ മഗ്ഫിറത്തിന്റെ 10 വിട പറയാനിരിക്കുമ്പോൾ അതിൻ്റെ പകുതി ഭാഗം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഈ സദസ്സിൽ ഒത്തുകൂടിയ നമ്മൾ അല്ലാഹുവിനോട് മഗ്ഫിറത്ത് യാചിക്കുകയാണ്. ഈ പ്രഭാഷണം തുടങ്ങുന്നത് നമുക്ക് 3 തവണ ഗാഫിറായ അല്ല, ഗഫൂറായ അതുമല്ല, ഗഫാറായ റബ്ബിനോട് മാപ്പിരന്നുകൊണ്ടാക്കാം. എല്ലാവരും ഒരേ സ്വരത്തിൽ اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. എല്ലാവരും ഇരിക്കുക. അല്ലാഹു കബൂലാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു വിശാലമായ പ്രഭാഷണമല്ല ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്കൊക്കെ അറിയാം, 6 മണിയാകുമ്പോഴേക്ക് ഇത് അവസാനിച്ചിരിക്കണം. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങാവുന്ന കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. എന്താണ് ഈ സദസ്സിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മുമ്പിൽ ഉത്ബോധനം നടത്തേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് പറയാൻ തോന്നിയത്, നിങ്ങളെപ്പോഴും കേൾക്കാറുള്ള, ഞാനും നിങ്ങളും എപ്പോഴും പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ അഅ്ലയിലെ അവസാനത്തെ വരികളാണ്.
ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ സ്മ റബ്ബിഹി ഫസല്ല ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ എന്ന ഗംഭീരമായ സ്റ്റേറ്റ്മെന്റ്. എന്താണ് ഈ പ്രസ്താവനയുടെ പ്രത്യേകത? വിശുദ്ധ ഖുർആനിൽ 6000-ൽ പരം വചനങ്ങളുണ്ട്. ഇപ്പോൾ ഓതിവച്ച ഒരു മഹത്തായ പ്രസ്താവനയടങ്ങുന്ന ഈ വചനത്തിന്റെ പ്രത്യേകത എന്താണ്? അല്ലാഹു തന്നെ പറഞ്ഞു, ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വ മൂസ. ഈ സ്റ്റേറ്റ്മെന്റ്, ഈ പ്രസ്താവന, ഇത് വിശുദ്ധ ഖുർആനായിട്ട് നടത്തിയതല്ല. ആദം നബി അലൈഹിസ്സലാം തൊട്ട് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പ്രവാചകന്മാരിവിടെ പറഞ്ഞ വഅളിന്റെ രത്നച്ചുരുക്കമാണ്. ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ സ്മ റബ്ബിഹി ഫസല്ല ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. തീർച്ചയായിട്ടും ഇന്ന് പറയാൻ പോകുന്ന വഅളിന്റെ ഘനം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ആദ്യത്തെ പറഞ്ഞത്. 1,24,000 നബിമാർ പറഞ്ഞ വഅളിന്റെ ആകത്തുക, അല്ലെങ്കിൽ അവരൊക്കെ പറഞ്ഞ വഅള്, അതാണിത്. അല്ലാഹു പറഞ്ഞു, ഇന്ന ഹാദാ, തീർച്ചയായിട്ടും ഈ പ്രസ്താവന, ലഫി സുഹുഫിൽ ഊലാ, മുൻ കഴിഞ്ഞ വേദങ്ങളിലൊക്കെ അതുണ്ട്. സുഹുഫി ഇബ്രാഹീമ വ മൂസ, മൂസ നബിയുടെ, ഇബ്രാഹിം നബിയുടെ ഏടുകളിലും മൂസ നബിയുടെ കിതാബിലും ഇതുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്, 100 കിതാബും 100 ഏടും 4 കിതാബും. ഇതാണ് അല്ലാഹു തആല ഈ ലോകത്തിന് വെളിച്ചം വീശാൻ മൊത്തം അവതരിപ്പിച്ചത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ 104 ടെക്സ്റ്റുകളാണ്, ടെക്സ്റ്റ് ബുക്കുകളാണ് ഈ ലോകത്തെ നന്നാക്കാൻ വേണ്ടി അല്ലാഹു തആല അയച്ചത്. എന്താണ് ഈ ഏടും കിതാബും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ ചെറുപ്പം മുതൽ ഇങ്ങനെ കേൾക്കുന്നതാണല്ലോ, മദ്രസയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, 100 ഏട് 4 കിതാബ്. ഏട് എന്ന് പറഞ്ഞാൽ അതൊരു ലഘു ഗ്രന്ഥാണ്. അതത് കാലഘട്ടത്തിലെ ആ ഉമ്മത്തിന് ജീവിക്കാൻ ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ അടങ്ങുന്ന വളരെ മർമ്മമായ സാരോപദേശങ്ങളും അടങ്ങുന്ന ലഘു ഗ്രന്ഥത്തിനാണ് ഏട് എന്ന് പറയാം. ഗ്രന്ഥമാകുമ്പോൾ അത് സമഗ്രമായിരിക്കും. അതില് നിയമനിർദ്ദേശങ്ങൾ മാത്രമല്ല, വളരെ അത്യാവശ്യമായ ഉപദേശങ്ങൾ, നിയമനിർദ്ദേശങ്ങളിൽ അന്തർലീനമായ ഉപദേശങ്ങൾ, അതുമാത്രമല്ല, ഉപദേശങ്ങളായിട്ട് മവാഇദുകളുടെ ഒരു ഭാഗം പ്രത്യേകിച്ച് അതിലുണ്ടാകും, ഹുക്കുമുകളുടെ ഒരു ഭാഗമുണ്ടാകും, താരീഖുകൾ ഒരു ഭാഗത്തുണ്ടായിരിക്കും. ഇതാണ് കിതാബ്. എല്ലാം കൂടെ കൂടിയ സമഗ്രമായ ഗ്രന്ഥത്തിനാണ് കിതാബ് എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ഭാഷയിൽ നമ്മൾ പുസ്തകം എന്ന് പറയും, മറ്റേതിന് നമ്മൾ ലഘുലേഖ എന്ന് പറയും. ഇതുപോലെ ചെറുതാക്കിയതാണ്. എൻ്റെ വിഷയം 104 ഗ്രന്ഥങ്ങളിലും പരാമർശിച്ച ഒരു പ്രസ്താവനയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. പക്ഷെ സമയം കുറവാണെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. 104 ടെക്സ്റ്റ് ബുക്കുകളാണ് അള്ളാഹു ആകെ ഈ ലോകത്തേക്ക് അവതരിപ്പിച്ചത്. പക്ഷേ ആ പുസ്തകങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ച അധ്യാപകരുടെ എണ്ണം 1,24,000. 104 പുസ്തകങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഈ ലോകത്തേക്ക് നിയോഗിച്ചത് ആ പുസ്തകങ്ങളുടെ ആശയങ്ങൾ നെഞ്ചിലേറ്റുകയും പ്രവൃത്തിപദത്തിൽ
ആ പുസ്തകങ്ങളുടെ നേർരൂപങ്ങളായി മാറുകയും ചെയ്ത 1,24,000 അമ്പിയാക്കളെയാണ്. എന്തിനാണ് ആ ഒരു വാക്ക് പറഞ്ഞാൽ അത് നമുക്ക് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞതെന്നറിയോ? പരിശുദ്ധ ഇസ്ലാമില് ഈ ടെക്സ്റ്റ് ബുക്കുകളെക്കാൾ പ്രാധാന്യം ആ ടെക്സ്റ്റ് ബുക്കുകൾ പഠിപ്പിക്കാൻ വന്ന മുഅല്ലിമീങ്ങൾക്കാണ്, അധ്യാപകർക്കാണ്. അതുകൊണ്ടാണ് അത് 104 ഉള്ളൂ, ഇപ്പുറത്ത് 1,24,000. ഇവിടെ പിഴച്ചുപോയ മുഴുവൻ കക്ഷികളും പരിചയപ്പെടുത്തുന്നത് എന്താണ്? ഖുർആനും സുന്നത്തും. പ്രമാണങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ അവനവൻ വിചാരിച്ചതുപോലെ അതിനെ വ്യാഖ്യാനിക്കുന്നു, ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് പരാജയം. അപ്പോൾ പുസ്തകം നന്നായിട്ട് കാര്യമില്ല, ആ പുസ്തകത്തെ നേരായ വിധത്തിൽ വ്യാഖ്യാനിക്കാൻ അറിയാവുന്ന ഗുരുനാഥന്മാരാണ് വേണ്ടത്. അതിനാണ് പ്രാധാന്യം. അതുകൊണ്ട് ഖുർആനും സുന്നത്തും എന്ന് കേട്ട്, ഖുർആന്റെയും സുന്നത്തിന്റെയും ക്ലാസുകൾ എന്ന് കേട്ട് എല്ലായിടത്തേക്കും ഓടിപ്പോയാൽ കുടുങ്ങും. മറിച്ച് അർഹിക്കുന്ന, അർഹതപ്പെട്ട ഗുരുനാഥന്മാരിൽ നിന്ന് അത് കേട്ടോളണം. അപ്പോഴേ നമുക്കതിൻ്റെ നേർവശം തിരിയുള്ളൂ. എൻ്റെ വന്ദ്യരായ ശൈഖുന എനിക്ക് 5-6 വർഷം കിതാബോധി തന്ന് ദർസി മേഖലയിൽ ഒരു തെക്കും വടക്കും ഒക്കെ തിരിച്ചു തന്ന എൻ്റെ വന്ദ്യരായ ഗുരുനാഥൻ അബ്ദുറഹ്മാൻ ദാരിമി ഉസ്താദ്, മർഹൂം അബ്ദുറഹ്മാൻ ദാരിമി കിഴക്കുംപറമ്പ്, ഒരു 8-9 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായിപ്പോയി. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ അത്രമേൽ സ്വാധീനിക്കപ്പെട്ട ഒരു മനുഷ്യൻ വേറെ ഇല്ല. ഒരു ബറാഅത്ത് രാവിലെ നോമ്പ് തുറന്ന്, ബറാഅത്തിന്റെ നോമ്പ് തുറന്ന്, ബറാഅത്ത് രാവിലല്ല പിറ്റേന്ന് നോമ്പ് തുറന്ന കുടുംബത്തെയൊക്കെ വിളിച്ചു വരുത്തി, മക്കളെ, എൻ്റെ മാഹൗല്, എൻ്റെ പരിസരം എനിക്ക് വളരെ സന്തോഷകരമായി തോന്നുന്നു. അസുഖത്തിലായിരുന്നു. അവരോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, എൻ്റെ പരിസരം എനിക്ക് സന്തോഷകരമായിട്ടാണ് തോന്നുന്നത്, നിങ്ങളാരും വേദനിക്കരുത്. ആകെയുള്ള ഒരു മോന്, ബാക്കിയുള്ളതൊക്കെ പെൺമക്കളാണ്. ഭാര്യയെ വിളിച്ചു, അവരൊക്കെ വിളിച്ചു വരുത്തി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട് വഫാത്തായി. കാരണം അതിനുള്ള വകുപ്പുണ്ടായിരുന്നു ആ മനുഷ്യൻ. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഉസ്താദ് അവറുകളുടെ ദർസിലേക്ക് മറ്റേതെങ്കിലും ദർസിൽ പഠിക്കുന്ന ഒരു കുട്ടി കടന്നു വരികയാണെങ്കിൽ, ഉസ്താദ് ഏതൊക്കെ കിതാബുകളാ ഓതിയത് എന്ന് ചോദിക്കുമ്പോൾ, ആ കുട്ടി ഓതിയ കിതാബുകൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുമ്പോൾ വന്ദ്യരായ ഉസ്താദ് അവറുകൾ ചിലപ്പോൾ പറയും, നിൽക്കട്ടെ, ആ കിതാബ് ഞാൻ ഓതിയിട്ടില്ല എന്ന് പറയും ഉസ്താദ്. കുട്ടി പറയുന്ന കിതാബ് ഉസ്താദ് ഓതാത്തതായിരിക്കും. പക്ഷെ ഉസ്താദ് അതിലൂടെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. ഈ കിതാബുകളൊക്കെ എണ്ണം തീർത്ത് ഓതിയ കുട്ടിക്ക് ആ ഓതിയ കിതാബും കിട്ടൂല, വേറൊരു കിതാബ് കൈകാര്യം ചെയ്യാനും കിട്ടൂല. അതേസമയം അത് ഓതാത്ത ഉസ്താദിന് ഏത് കിതാബും കൈകാര്യം ചെയ്യാൻ കഴിയും. അത് പഠിപ്പിക്കാനാണ് ആ പറയുന്നത്. എന്നിട്ട് ഉസ്താദ് പറയും, നിങ്ങൾ എത്ര കിതാബ് ഓതി എന്നതിന് എൻ്റെ അടുത്ത് ഒരു പ്രാധാന്യവുമില്ല. നിങ്ങൾ ഏതൊക്കെ കിതാബ് ഓതി എന്നതിന് എനിക്ക് ഒരു പ്രാധാന്യവുമില്ല. ഒരു കിതാബാണെങ്കിലും ആ കിതാബ് ആരുടെ അടുത്ത് നിന്നാ ഓതിയത്, അതാണ് എനിക്കറിയേണ്ടത്. വിഷയം മനസ്സിലായല്ലോ? കിതാബല്ല വിഷയം, കിതാബ് ഓതി തരുന്ന ഗുരുനാഥനാണ് വിഷയം. തീർച്ചയായിട്ടും ഉസ്താദ് എപ്പോഴും പറയുന്നൊരു വാക്കുണ്ടായിരുന്നു ഞങ്ങളോട്, എടാ, ഭാഷ പഠിച്ചാൽ, മൗദൂദി സാഹിബ് പറഞ്ഞതുപോലെ ഖുർആൻ കെ ലിയെ പ്രൊഫസർ കാഫി ഹേ എന്ന് പറഞ്ഞില്ലേ, ഭാഷ പഠിച്ചാൽ, ഭാഷാ പണ്ഡിതനായാൽ ഖുർആൻ തിരിയൂല. അത് അബദ്ധാണ് അയാളാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നു, ഉസ്താദ് പറഞ്ഞു, അറബി ഭാഷ പഠിച്ചാൽ, ഒരു കിതാബ് നിവർത്തി വെച്ചാൽ ഈ വരികളിൽ എന്താണ് ഉള്ളത് എന്ന് അറബി ഭാഷ പഠിച്ചയാൾക്ക് പറയാൻ കഴിയും. വരികളിലുള്ളത് ഭാഷാ പണ്ഡിതന് പറയാൻ കഴിയും.
പക്ഷേ വരികൾക്കിടയിലുള്ളത് ഗുരുമുഖത്ത് നിന്ന് കിട്ടണമെടാ എന്ന് പറയാറുണ്ടായിരുന്നു ഞങ്ങൾ. രണ്ടു വാക്കാണ്. ആ വർത്താനത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവും. വരികളിലുള്ളതും വരികൾക്കിടയിലുള്ളത് ഗുരു വായിച്ചെടുത്ത് പറഞ്ഞു തരണം. അത് വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്, വളരെ പ്രധാനമാണത്. അവിടെയാണ് ഞാൻ പറഞ്ഞു വന്ന ആശയം എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? 104 ഗ്രന്ഥങ്ങൾ ഈ മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കാൻ 1,24,000 ഗുരുമുഖങ്ങളെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹയിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് ചേർത്തു തരണേ എന്ന് ദുആ ചെയ്തു. അതിൻ്റെ തൊട്ടുപിറകിൽ ഏതാണ് ആ നേർമാർഗം എന്ന് വിശദീകരിച്ചത് എങ്ങനെയാ? എത്ര എളുപ്പമുണ്ടായിരുന്നു. സിറാത്തൽ ഖുർആനി വൽ ഹദീസ്, സിറാത്തൽ കിതാബി വസ്സുന്ന, എത്ര എളുപ്പത്തിൽ കഴിയായിരുന്നു. പക്ഷേ എന്താ ചെയ്തത്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇങ്ങനെയാ പറഞ്ഞു. നീ അനുഗ്രഹിച്ചവരുടെ പാതയാണത്, മഹാരഥന്മാരുടെ റൂട്ടാണത്, നിന്റെ പൊരുത്തത്തിന് പാത്രമായവരുടെ റൂട്ടാണത്, നിന്റെ കോപത്തിനിരയാകാത്തവരുടെ റൂട്ടാണത്, മഹാന്മാരുടെ റൂട്ടാണ് സിറാത്ത് മുസ്തഖീം. ഖുർആന്റെ സുന്നത്തിന്റെ റൂട്ട് എന്ന് പറഞ്ഞു നിർത്തിയില്ല. കാരണം അത് വെച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ പലർക്കും ആകും. പക്ഷെ അത് നേരാം വണ്ണം വിശദീകരിച്ചു നൽകുകയും അതിനനുസരിച്ച് ജീവിച്ചു കാണിക്കുകയും ചെയ്ത മഹാന്മാര് പോയ റൂട്ടാണ് ശരി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അഹ്ലുസുന്ന, അതാണ് സത്യമായ ആദർശം. ഇത് അഹ്ലുസുന്നത്തിന് മാത്രം പറയാൻ പറ്റുന്ന, അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്ത്? നമ്മുടെ ഉസ്താദ് മുതൽ റസൂലുള്ള വരെയുള്ള കണ്ണിമുറിയാത്ത പരമ്പര, സനദ്. ഉസ്താദുമാരുടെ സനദ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് കൂട്ടത്തിൽ കുറച്ച് നേരം വൈകിയാലും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയതുകൊണ്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. നമ്മളെ വിഷയം എന്തായിരുന്നു? സർവ കിതാബുകളിലും മുൻകഴിഞ്ഞ വേദങ്ങളിലൊക്കെ പരാമർശിച്ച ഒരു പ്രസ്താവനയാണ് ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബിഹി ഫസല്ല ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. ഇനി നമ്മൾ എന്താണ് ഈ ഒരു പ്രസ്താവനയിൽ പറയുന്നത് എന്ന് നോക്കാം. ഇന്നത്തെ വഅള് അതാണ്. ഖദ് അഫ്ലഹ മൻ തസക്ക, തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. മൻ തസക്ക, ഹൃദയവിശുദ്ധി നേടിയവൻ വിജയിച്ചിരിക്കുന്നു. ഖൽബ് നന്നായവൻ വിജയിച്ചിരിക്കുന്നു. മൻ തസക്ക വദകറ സ്മ റബ്ബിഹി, അല്ലാഹുവിനെ അടയാളപ്പെടുത്തുന്ന നല്ല കാര്യങ്ങൾ മാത്രം ചൊല്ലിപ്പറഞ്ഞവൻ, അല്ലാഹുവിനെ അടയാളപ്പെടുത്തുന്ന സംസാരം മാത്രം പറഞ്ഞവൻ, അവനും വിജയിച്ചിരിക്കുന്നു. ഞാനത് ആകത്തുക പറയട്ടോ. ഫസ്വല്ല, നിസ്കരിക്കുകയും ചെയ്തവൻ വിജയിച്ചു. കഴിഞ്ഞു. ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ എന്ന് പറഞ്ഞത് വേറൊരു വിഷയം, അത് പിന്നീട് പറയാം. എന്താണ് ഇപ്പൊ ഈ ആയത്തിൽ പറഞ്ഞത്? ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബിഹി ഫസല്ല. ഇതിപ്പോ ആദം നബി തൊട്ട് മുത്തു നബി വരെയുള്ള എല്ലാവരും പറഞ്ഞ വയലാണ്. എന്തായിരിക്കും അപ്പൊ അവരാ പറഞ്ഞതിന്റെ അർത്ഥം? ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ അത് വിശദീകരിച്ചു. ഖദ് അഫ്ലഹ മൻ തസക്ക ഐ മൻ തതഹറ ഖൽബു വദകറ സ്മ റബ്ബിഹി ഐ ത്വാബ കലാമുഹു ഫസല്ല ഐ ഹസുന അമലുഹു. എന്തായി? മനസ്സ് നന്നാവണം, നാവ് നന്നാവണം, കർമ്മം നന്നാവണം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മനസ്സ വാച കർമ്മണ. എപ്പോഴാണോ ഒരാള് വിശുദ്ധി നേടുന്നത് അയാൾ വിജയിച്ചു, തർക്കമില്ല, അയാൾ വിജയിച്ചു. നമ്മുടെ ഒക്കെ ജീവിത ലക്ഷ്യം ഇരുലോക വിജയാണ്. സർവ കിതാബുകളിലും
ഓരോ ഇൽമുകളും ചർച്ച ചെയ്യുമ്പോൾ അത് ഖുർആനാകാം, ഹദീസാകാം, തസവുഫാകാം, താരീഖാവാം, നഹ്വു, സർഫ് വരെ ആവാം. ഓരോ ഇൽമും ചർച്ച ചെയ്യുമ്പോൾ ആ ഇൽമിന് കുറേ സംഗതികൾ ഉണ്ടാവും. സാധാരണക്കാർക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഏതൊരു ഇൽമിൻ്റെയും അടിസ്ഥാന തത്വങ്ങൾ ഉണ്ടാവും. മബാദികൾ എന്ന് പറയും ഉസ്താദുമാരുടെ ഭാഷയിൽ. അതിൽ ഗായത്ത് പറയും, മൗദൂഅ് പറയും, ഗായത്ത് പറയും. ഈ ഗായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മൗദൂഅ് എന്ന് പറഞ്ഞാൽ ആ ഇൽമിൽ എന്താണ് പ്രധാന ചർച്ച, അതിനാണ്. എന്തിനെ പറ്റിയാണ് ആ ഇൽമിലെ ചർച്ച, അതിനാണ് മൗദൂഅ് എന്ന് പറയാ, ടോപ്പിക്. ഗായ എന്ന് പറഞ്ഞാൽ ഈ ഇൽമിന്റെ ലക്ഷ്യം എന്താണ്. എല്ലാ കിതാബുകളിലും ഇൽമിന്റെ ഗായത്ത് പറയല് സഅദത്തുദ്ദാറൈൻ എന്നാണ്, ഇരുലോക വിജയം. ഒരു മുസ്ലിമിന്റെ പ്രധാന ലക്ഷ്യം, എന്ത് ചെയ്താലും ഒരു വിശ്വാസിയുടെ പ്രധാന ലക്ഷ്യം റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. രണ്ടു ലോകത്തും രക്ഷപ്പെടണം, ദുനിയാവിൽ സലാമത്താവണം, ആഖിറത്തിലും സലാമത്താവണം. രണ്ടു ലോകത്തും വിജയിക്കാം. ആഖിറം മാത്രം പോരാ, ദുനിയാവും സന്തോഷകരാകണം. അതിനുവേണ്ടി അപ്പം നിങ്ങളൊക്കെ ഇവിടെ വന്ന് ഈ കഷ്ടപ്പെടുന്നത്. ആഖിറം രക്ഷപ്പെടാൻ മാത്രമാണെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ദുനിയാവിലും സന്തോഷകരമായ ജീവിതം വേണം. അള്ളാഹു പറഞ്ഞു, ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊല. തീർച്ചയായിട്ടും നമ്മുടേതാണ് ലൽ ആഖിറത വൽ ഊല, അവസാനത്തെ വീടും ആദ്യത്തെ വീടും നമ്മുടേതാണ്. അള്ളാഹു ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്റേതാണ് ആദ്യത്തെ വീടും അവസാനത്തെ വീടും എന്ന് പറഞ്ഞാൽ ദുന്യാവും ആഖിറവും എന്റേതാണ്. എന്റേതാണ് അത് എന്ന് പറയുമ്പം അത് എൻ്റെ അടിമകൾക്ക് ആസ്വദിക്കാനുള്ളതാണ്. പക്ഷെ അവിടെ അതിന്റെ തെർത്തീബ് ഒന്ന് തെറ്റിച്ചു അല്ലേ? പറയേണ്ടത് ആദ്യം ദുന്യാവാണ്, പിന്നല്ലേ ആഖിറം വരുന്നത്. അപ്പോ ആദ്യത്തെ വീട് അവസാനത്തെ വീട്, അപ്പോഴല്ലേ അതിന്റെ തെർത്തീബ് ശരിയാകുക. ഓർഡർ തെറ്റിച്ചിട്ട് ഡിസോർഡർ ആക്കിയിട്ടാ സംസാരിച്ചത്. എന്തേ അങ്ങനെ സംസാരിക്കാൻ കാരണം? ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചു തന്നു. അതിന്റെ കാരണം അള്ളാഹു ഓർഡർ തെറ്റിച്ച് സംസാരിച്ചത് വല്ല ഘട്ടത്തിലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, ഏതെങ്കിലും ഘട്ടത്തില് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ദുനിയാവും ആഖിറവും നമുക്കുള്ളതാണ്, അത് രണ്ടും നമ്മൾ ആസ്വദിക്കണം. രണ്ടു ലോകത്തെ എൻജോയ്മെന്റും നമുക്ക് അല്ലാഹു സമ്മതിച്ചിട്ടുണ്ട്. ദുനിയാവിൽ ഹലാലായ മാർഗത്തിലായിരിക്കണം ആ എൻജോയ്മെന്റ്, സമ്മതിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ ആസ്വാദനത്തിന് എപ്പോഴെങ്കിലും ദുനിയാവിന്റെ ആസ്വാദനം കൊഷി കൂട്ടുമ്പോഴേക്ക് ആഖിറം നഷ്ടപ്പെടുന്ന ഒരു ചുറ്റുപാടുണ്ടെങ്കിൽ നിങ്ങൾ പ്രഥമ പരിഗണന നൽകേണ്ടത് ആഖിറത്തിനാണ്. അതിനാണ് ഇങ്ങനെ സ്റ്റെപ്പ് തെറ്റിച്ച് പറഞ്ഞത്. ഒന്നാം സ്ഥാനത്ത് ആഖിറമാണ്. ആദ്യം വരുന്നത് ദുന്യാവാണ്, പിന്നെ വരുന്നത് ആഖിറമാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടത്, കൊടുക്കേണ്ടത് അത് നിങ്ങളുടെ പാരത്രിക ജീവിതത്തിനാണ്. കാരണം പരലോക ജീവിതം അത് അവസാനിക്കാനുള്ളതല്ല, അതെന്നും തുടരാനുള്ളതാണ്. അവിടെ ദുഃഖമാണെങ്കിൽ അവന്റെ കഷ്ടപ്പാട് കണ്ടവനില്ല. അവിടെ സന്തോഷാണെങ്കിൽ ദുനിയാവിലെ കഷ്ടപ്പാടിന് പുല്ലുവിലയാ, ഒന്നുമില്ല. ആ കഷ്ടപ്പാടുകൾ ഒന്നുമല്ല. അല്ലാഹു ആഖിറം സലാമത്താക്കി തരട്ടെ. അപ്പോൾ ഇത് രണ്ടും വേണമെന്ന് പഠിപ്പിക്കാനാണെങ്കിലും ആഖിറത്തിന്റെ പ്രാധാന്യവും കൂടെ അല്ലാഹു അവിടെ പഠിപ്പിച്ചു എന്നാണ്. ആഖിറത്തിന്റെ പ്രാധാന്യവും കൂടെ പഠിപ്പിച്ചു. പലപ്പോഴും ആഖിറം, ദുനിയാവ് സന്തോഷകരമാക്കണമെങ്കിൽ ആഖിറം പലപ്പോഴും നഷ്ടപ്പെടും. അങ്ങനെയാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം. അത്തരം ഘട്ടങ്ങളില് ദുനിയാവ് കട്ട് ചെയ്ത് ആഖിറം എടുക്കണം. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഏതാവട്ടെ, രണ്ടു ലോകത്തും വിജയിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. വിജയിക്കാൻ വേണ്ടത് എന്താണ്? ഒന്ന്, ഖൽബ് നന്നാവണം, മൻതസക്ക. രണ്ട്, നാവ് നന്നാവണം, വദക്കറ ഇസ്മ റബ്ബിഹി. മൂന്ന്,
നമ്മുടെ കർമ്മം നന്നാവണം. അതാണ് ഫസ്വല്ല. മനസ്സാ വാച കർമ്മണ വിശുദ്ധി. ഈ 3 കാര്യങ്ങൾ ചെറുതായി ഒന്ന് വിശദീകരിക്കുകയാണ്. കാരണം നമ്മുടേതായൊരു സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഖൽബ് നന്നാവുക എന്ന് പറഞ്ഞാൽ പറയാൻ എളുപ്പമാണ്, കേൾക്കാൻ അതിലേറെ സുഖമാണ്. പക്ഷെ അത് നന്നായി കിട്ടണമെങ്കിൽ നല്ല പ്രയാസമാണ്. അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു മനുഷ്യനോടും കുറുമ്പില്ലാത്ത, കുശുമ്പില്ലാത്ത, വെറുപ്പില്ലാത്ത ഒരു ഹൃദയം ഒരാൾക്കുണ്ടായി കിട്ടുക എന്ന് പറയുന്നത് ഈ ലോകം മുഴുവൻ കിട്ടുന്നതിനേക്കാൾ അയാൾക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് അതാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു ദിവസം അവിടുത്തെ മജ്‌ലിസിൽ വെച്ച് പറയുന്നു, സ്വഹാബാ, ഇനി ഈ സദസ്സിലേക്ക് കടന്നു വരുന്ന മഹാൻ വലിയൊരാൾ ഈ സദസ്സിലേക്ക് കയറി വരാൻ പോകുന്നുണ്ട്. അദ്ദേഹം സ്വർഗാവകാശിയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. നുബുവത്തിന്റെ തിരുനാക്കുകൊണ്ട് ഒരാൾ സ്വർഗാവകാശിയാണ് എന്ന് പ്രഖ്യാപിച്ചാൽ അതങ്ങനെ തന്നെ, സംശയമല്ല. സ്വഹാബത്ത് അങ്ങനെയാണ് അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ വെയിറ്റ് ചെയ്യണം, ആരായിരിക്കും ഇനി വാതിൽ തുറന്ന് കടന്നു വരിക അല്ലേ? ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാണ്, ഇനി ആ വാതിൽ തുറന്ന് ഇങ്ങോട്ട് കടന്നു വരുന്ന ആള് സ്വർഗാവകാശിയാണ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നിങ്ങളത് കാത്തു നിൽക്കൂല. പക്ഷേ എൻ്റെ സ്ഥാനത്ത് മുത്തുനബിയാണത് പറയുന്നതെങ്കിൽ നമ്മൾ കാത്തിരിക്കൂലേ, ആരായിരിക്കും ആ വ്യക്തി? അപ്പോൾ ഒരാൾ കടന്നു വന്നു. പിറ്റേന്നും മുത്തുനബി ഇത് പറഞ്ഞു, ഇനി ഈ സദസ്സിലേക്ക് കയറി വരുന്നയാൾ സ്വർഗാവകാശിയാണ്. അന്നും കടന്നു വന്നത് ഇതേ വ്യക്തി തന്നെ. 3-ാമത്തെ ദിവസവും കടന്നു വന്നത് ഇതേ വ്യക്തി തന്നെയാണ്. 3 ദിവസവും ഇങ്ങനെ. ഒരു പാവം സഹാബിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവര് 3 ദിവസവും അതേ വ്യക്തി തന്നെ കടന്നു വരികയും ചെയ്തപ്പോൾ ഇവർ ഉറപ്പിച്ചു, ഈ ആള് സ്വർഗാവകാശിയാണ്. പക്ഷേ നമ്മൾ ചെയ്യാത്ത എന്തോ വലിയ ഒരു അമല് അദ്ദേഹം ചെയ്യുന്നുണ്ടാവും. അത് കണ്ടുപിടിക്കണമെന്ന് കരുതിയിട്ട് മറ്റൊരാള് ഈ സഹാബിയെ ഫോളോ ചെയ്യുകയാണ്. വീട്ടിൽ പോയി 3 ദിവസം വിരുന്നുകൂടി. 3 ദിവസം വിരുന്നുകൂടി, സ്പെഷ്യൽ ഇബാദത്ത് കണ്ട് പിടിക്കാൻ വേണ്ടി. എന്നിട്ട് അത് നമുക്കും പ്രാക്ടിക്കലാക്കാം. അപ്പൊ സ്വർഗത്ത് പോകാലോ. പോയിട്ടൊന്നും കണ്ടില്ല. ഇവരൊക്കെ ചെയ്യുന്നത് തന്നെ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തൊന്നും കണ്ടില്ല. 3-ാമത്തെ ദിവസം കഴിഞ്ഞു, വിരുന്നിന്റെ ചാൻസ് കഴിഞ്ഞു. അവിടുന്ന് അദ്ദേഹത്തോട് സലാം പറഞ്ഞ് ഇറങ്ങുമ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നത് വിരുന്നു സൽക്കാരത്തിന് ആഗ്രഹം ഉണ്ടായിട്ടല്ല. വന്നപ്പോ നിങ്ങൾ സൽക്കരിച്ചു. പക്ഷേ ഈ 3 ദിവസം ഞാൻ ഇവിടെ വന്നുകൂടിയത് സൽക്കാരത്തിന് വേണ്ടി വന്നുകൂടിയതല്ല. നിങ്ങൾ 3 ദിവസം തുടരെയായി മുത്തുനബിയുടെ സദസ്സിലേക്ക് വരുന്നതിന്റെ തൊട്ടു മുമ്പ് മുത്തുനബി പറഞ്ഞിരുന്നു, ഇനി ഈ സദസ്സിലേക്ക് കടന്നു വരുന്നയാൾ സ്വർഗാവകാശിയാണ്. നിങ്ങൾ എന്നെയാണ് കടന്നു വന്നത്. അപ്പൊ എന്താ നിങ്ങൾ നമ്മളൊന്നും ചെയ്യാത്തൊരു ഇബാദത്ത് ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടി വന്നതാ. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ചൊന്നും നിങ്ങളടുത്ത് കാണുന്നില്ല. 3 ദിവസം നിങ്ങളെ പഠിച്ചു, ഒന്നും കിട്ടിയില്ല. എന്തായിരിക്കും അതിന് കാരണം? അദ്ദേഹം സന്തോഷിച്ചു, മുത്തുനബി എന്നെ പറ്റി അങ്ങനെ പറഞ്ഞോ? അത് അപ്പോഴവർ പറഞ്ഞിട്ടില്ല. ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞു വഷളാക്കണ്ട എന്ന് കരുതിയിട്ടുണ്ടാവും. പറഞ്ഞാലും വഷളാകുന്നവരല്ല അവർ. സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, എൻ്റെ അടുത്ത് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, ഇതൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾ ഈ കണ്ടത്. അപ്പോൾ ചോദിച്ചു, സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്ത എന്തെങ്കിലും ഒരു ഗുണം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് പറയോ? എന്തോ ഒന്ന് നിങ്ങളിലുണ്ട്, അതെന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടൊന്ന് പറയണം, എനിക്കത് പഠിക്കാനാന്ന് പറഞ്ഞപ്പോൾ ഈ സ്വഹാബി പറഞ്ഞു, പൊതുവെ മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പാണ്, വിദ്വേഷാണ്, കുറുമ്പാണ്, കുശുമ്പാണ്. എനിക്ക് അല്ലാഹുവാണ് സത്യം,
എന്റെ കൽബ് മുളച്ച് ബോധം വെച്ചത് മുതൽ ഒരു മനുഷ്യനെ വെറുക്കൽ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. മൂമിനായ മനുഷ്യനോട് ഗില്ല്, പോര് എന്റെ ഹൃദയത്തിൽ തീരെ അതിന് സ്ഥാനമല്ല. ഞാൻ ഒരാളെ ഇന്ന് വരെ വെറുത്തിട്ടില്ല, എനിക്കൊരു മനുഷ്യനോട് വെറുപ്പില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇത് സാധാരണ മനുഷ്യ സഹജമായിട്ട് കയറി വരുന്നൊരു കേസാ വെറുപ്പ് എന്ന് പറഞ്ഞത്. അതില്ലെങ്കിൽ അത് തന്നെയാണ് നിങ്ങളെ വിജയവും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, ഇങ്ങനെ പറയാൻ ഈ സദസ്സിലിരിക്കുന്ന ആർക്കെങ്കിലും കഴിയോ? ഇന്ന് വരെ ഞാൻ ഒരു മനുഷ്യനെയും മനസ്സറിഞ്ഞ് വെറുത്തിട്ടില്ല എന്ന് പറയാൻ ഇല്ല, കഴിയില്ല, എനിക്ക് കഴിയൂല. നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ആരെങ്കിലുമൊക്കെ റയർ കേസുകൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. മനുഷ്യന്മാരുടെ മനസ്സ് ദുഷിച്ച മനസ്സാണ്. ഒരാൾക്കും ഒരാളെ ഇഷ്ടമല്ല. മറ്റൊരാൾ നന്നാകുന്നത് നമുക്ക് കണ്ടൂടാ. നിങ്ങൾക്കറിയോ, ഇതുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സ്വർഗവാതിൽക്കല് സ്വർഗാവകാശികളെ തടഞ്ഞിട്ടിട്ട് നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ ഓതുമ്പോൾ കണ്ടിട്ടുണ്ടാവും. റമദാൻ മാസത്തിൽ എത്ര ഖത്മുകൾ നിങ്ങൾ ഓതി എന്നൊക്കെ ചോദിക്കേണ്ടതാണ്. നിങ്ങളൊക്കെ മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കി, എത്ര ഓതി. വിശുദ്ധ ഖുർആനിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളൊരു ആയത്ത് കാണും. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗിൽ. അവരുടെ മനസ്സകത്തുള്ള പോരുകളെ വേരോടെ നമ്മൾ ഊരിയെടുക്കും, പിഴുതുമാറ്റും. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗിൽ. സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ സ്വർഗവാതിൽക്കൽ തടഞ്ഞു വെക്കുകയാണ്. നിക്ക് പോകല്ലേ. ഒരു ചെറിയ കാര്യം. എന്നിട്ട് ഇവരുടെ മനസ്സിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ വെറുപ്പും പോരും കുറുമ്പും കുശുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഊരിയെടുത്ത് ക്ലിയർ ആക്കിയിട്ട് ഇനി പോയിക്കോളൂ പറയും. എന്താ കാരണം? എന്തേ നിങ്ങൾക്കതിൽ നിന്ന് മനസ്സിലായത്? മനുഷ്യനാവുമ്പോൾ കുറച്ച് ഇതൊക്കെ ഉണ്ടാവുന്നല്ലേ. പക്ഷെ നന്മ മുൻതൂക്കം നിൽക്കുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട്, നന്മയുടെ ആധിക്യം കൊണ്ട് സ്വർഗത്തിൽ പോവുകയാണ് ഇയാള്. അത് നമ്മളൊക്കെ പഠിച്ചതാണ് അല്ലേ? 51-49 ആണെങ്കിൽ സ്വർഗത്തിൽ പോകും. 51% നന്മയാണ്, 49 തിന്മയാണെങ്കിൽ സ്വർഗാണ്. യാതൊരു സംശയവുമില്ല. അള്ളാഹു നമ്മളെ സ്വർഗാവകാശികളിൽ പെടുത്തി തരട്ടെ. അതുറപ്പ്, യാതൊരു സംശയവുമില്ല. പിന്നെ അളവോളം കിബിറുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകൂല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്താണ് ആ പറഞ്ഞത്? അത് നമ്മൾ ഈ പറയുന്നത് അണുവളവോളം കിബിറ് എന്ന തിന്മ നന്മകളെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് നിൽക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ നരകത്തിലാണ്, ഉറപ്പാണ്. ഒരു നന്മ മുമ്പിലാണെങ്കിൽ അയാൾക്ക് സ്വർഗത്തിൽ പോയേ പറ്റൂ ആ വ്യക്തി. അത് അല്ലാഹു പറഞ്ഞ നസ്സാണ്. അപ്പോൾ എന്തിനാ ഈ പണി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ദുനിയാവിൽ നടത്തിയിരുന്ന പണി ഉണ്ടല്ലോ, ഏത്? മറ്റുള്ളവർക്ക് പാര വെക്കുക അല്ലേ, പാലം വലിക്കുക, പാര വെക്കുക, ഈ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അത് സ്വർഗത്ത് പോയിട്ടും തുടരരുത്. അതിനു വേണ്ടിയിട്ടാണ് അത് വലിച്ചൂരി ക്ലിയറാക്കുക. മനസ്സ് ശുദ്ധാകുക എന്ന് പറഞ്ഞാൽ, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, സ്വർഗത്തിൽ കടന്നവന്റെ മനസ്സിൽ തീരെ കുറുമ്പും കുശുമ്പും വെറുപ്പും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദാഹരണം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു മഹാൻ പറയുന്നുണ്ട്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ടൊരു മഹാൻ പറയാൻ അതിനൊരു ഉദാഹരണം പറയാം. നാളെ സ്വർഗത്തിലേക്ക് ബഹുമാനപ്പെട്ട വഹ്ശി റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുമ്പം, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കടന്നു ചെല്ലുമ്പം, സ്വർഗത്തിൽ നിന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് വഹ്ശിയെ സ്വർഗത്തിലേക്ക് ആനയിക്കുക ബഹുമാനപ്പെട്ട സയ്യിദുനാ സയ്യിദു ശുഹദാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ആയിരിക്കും. ആ ഹംസത്തുൽ ഖറാറിനെ തൻ്റെ യജമാനത്തി പ്രോത്സാഹിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ
ഒളിഞ്ഞു നിന്ന് ചാട്ടുളി എറിഞ്ഞ് അടിവയറ്റിൽ ചാട്ടുളി കയറിയപ്പോൾ ഹംസത്തുൽ ഖറാർ നിലം പതിച്ചു. ഓടി വന്ന് കയ്യിലുള്ള ആ കോടാലി കൊണ്ട് നെഞ്ചു വെട്ടിപ്പൊളിച്ച് കൈയിട്ട് ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ ചോരയൊലിക്കുന്ന കരൾ, ആ കരള് വലിച്ചിട്ട് ഓടിച്ചെന്ന് തന്റെ യജമാനത്തി ഹിന്ദിന് സമ്മാനിച്ച ആളാണ് സയ്യിദുനാ വഹ്ശി റളിയല്ലാഹു അൻഹു. നിങ്ങൾ തെർലിയത്തില്ലേ, എങ്ങനെ ചെല്ലലേ? ഇത് പറയുമ്പോൾ എങ്ങനെ ചെല്ലലേ? ഞാൻ പറയുന്നത് ആ വഹ്ശി മുസ്ലിം ആകുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂല് അത് സമ്മതിക്കാതിരുന്നോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വാഗതം, കടന്നു വന്നോളൂ. പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് എന്നും സ്വാഗതാർഹാണ്, കടന്നു വന്നോളൂ. പക്ഷേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ വല്ലാതെ എൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ എപ്പോഴും വന്ന് നിൽക്കരുത്. എന്താ പ്രശ്നം? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹൃദയം ശുദ്ധല്ലേ? നിബിതങ്ങൾക്ക് മുഅ്മിനീങ്ങളോട് ആരോടെങ്കിലും വെറുപ്പുണ്ടാവാൻ പറ്റുമോ? ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളോട് ദുആരക്കാൻ വേണ്ടി അല്ലാഹ് പഠിപ്പിച്ചതാ, റബ്ബനാ ലാ തജ്അൽനാ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. അല്ലാഹ് മുഅ്മിനീങ്ങളോട് ലവലേശം പോര്, വെറുപ്പ് എൻ്റെ ഹൃദയത്തിൽ നീ തരരുത് അല്ലാഹ്. എപ്പോഴും ദുആരക്കേണ്ടതാണ്. മുത്തുനബിക്ക് വഹ്ശിനോട് വെറുപ്പുണ്ടായിരുന്നോ? ഇല്ല. അതൊക്കെ നമ്മൾ വായിച്ചത്. അതാ ഞാൻ പറഞ്ഞത്, വരികളിലുള്ളതല്ല വരികൾക്കിടയിലുള്ളത്. വരികളിലുള്ളതല്ല വരികൾക്കിടയിലുള്ളത്. നമ്മൾ വായിക്കുന്നിടത്ത് പറ്റുന്ന കുഴപ്പമാണ്. നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മാറി നിൽക്കണം. എന്താ പറയാൻ കാരണം എന്നറിയോ? നിങ്ങളെ മുഖം എനിക്ക് കണ്ടൂടാ, നിങ്ങളോട് എനിക്ക് വെറുപ്പാണ്, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് വെറുപ്പ് വരും, അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കണം എന്നല്ല. അള്ളാന്റെ റസൂൽ അങ്ങനത്തെ ഒരാളാകൂല. പിന്നെന്താ നബിതങ്ങളാ പറഞ്ഞത്? നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എളാപ്പാന് ഓർമ്മ വരും, എൻ്റെ എളാപ്പ ഹംസത്തുൽ ഖറാറിന് ഓർമ്മ വരും. അപ്പൊ ആ എളാപ്പയുള്ള നല്ല കാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ അറിയാതെ സങ്കടപ്പെട്ടു. എന്നെ സങ്കടപ്പെടുത്തരുത്. ഇതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അതാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. ഏതാവട്ടെ, എന്നിട്ട് ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ പറയാണ്, തന്റെ കരള് വെട്ടിപ്പൊളിച്ച് യജമാനത്തിക്ക് കൊണ്ടുപോയി കൊടുത്ത വഹ്ശി നാളെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പം ബഹുമാനപ്പെട്ടവര് ഹംസത്തുൽ ഖറാർ ഓടി വരികയാണ്. ഓ വഹ്ശി, നിങ്ങള് ഏതൊരു മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിലായിരുന്നോ നിങ്ങൾ എൻ്റെ കരള് വെട്ടിപ്പൊളിച്ച് നിങ്ങളുടെ യജമാനത്തിക്ക് കൊണ്ടുപോയി കൊടുത്തത്, നിങ്ങൾ എന്നെ വധിച്ചത്, കരള് വലിച്ചെടുത്ത് കൊണ്ടുപോയി കൊടുത്തത്? അതേ മുദ്രാവാക്യം എന്ന് നിങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ നെഞ്ചിലേറ്റിയോ, അന്ന് മുതൽ ഞാനും നിങ്ങളും തമ്മിൽ പിന്നെ അകലമില്ല, നമ്മളൊന്നാണ്. നമ്മക്കോ സംഘടനാ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരാൾ നമ്മളെ ചവിട്ടിയ ഉള്ള കാലം നമ്മൾ മറക്കുമോ? ഇല്ല. അത് മനസ്സിൽ വെച്ച് ഇങ്ങനെ കൊണ്ടു കിടക്കും, തിരിച്ചു കൊടുക്കാൻ ആ ചവിട്ട്. അതല്ലേ നമ്മുടെ ലോകം. ഹൃദയം നന്നാവാഞ്ഞാൽ രക്ഷയില്ല. ഖദ് അഫ്ലഹ മൻ തസക്ക. ആദ്യം വേണ്ടത് ഹൃദയ വിശുദ്ധിയാണ്, മനസ്സ് നന്നാവണം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം എന്ന് അള്ളാഹു ആണല്ലോ പറഞ്ഞത്. സുരക്ഷിതമായ മനസ്സ് വേണം, നല്ലൊരു മനസ്സ്. അള്ളാഹു അത് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അത് പ്രദാനം ചെയ്യട്ടെ. സമയം കഴിഞ്ഞു പോകുന്നുണ്ട്. മൂന്നും നമുക്ക് പരാമർശിക്കണ്ടേ. എന്താ വേണ്ട? എന്താണ് മനസ്സ് നന്നാകാൻ വേണ്ടത്? ഞാൻ പറഞ്ഞു, ഇത്തരം കുറുമ്പും കുശുമ്പും ഒന്നും ഉണ്ടാകരുത്, അതൊന്നും ഉണ്ടാവരുത്. പിന്നെ വേണ്ടത് എന്താ? ഹൃദയത്തെ ബാധിക്കുന്ന കുറെ രോഗങ്ങളുണ്ട്. അസൂയ, ഉൾനാട്യം, ഇങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ടൊക്കെ മനസ്സിനെ വിശുദ്ധമാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 2, വദക്കറ സ്മ റബ്ബിഹി. അള്ളാഹുവിന്റെ പേര് പറയുക എന്ന നേരെ അതിൻ്റെ അർത്ഥം. പക്ഷേ മഹാന്മാർ അതിനെ വിശദീകരിച്ചു. അള്ളാഹുവിനെ അടയാളപ്പെടുത്തുന്ന സംസാരം മാത്രം പറയുക. ഒന്നും കൂടെ പറഞ്ഞാൽ ഖൈറ് മാത്രം പറയുക. ഇനിയും മനസ്സിലായില്ലെങ്കിൽ പടച്ചോൻ പറ്റുള്ള സംസാരം മാത്രം പറയുക. അതാണ് വദക്കറ സ്മ റബ്ബിഹി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം.
ഇതൊക്കെ ആഴത്തിൽ വായിക്കുമ്പോഴേ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല ഖുർആന്റെ ആശയം എന്താണ്. അല്ലെങ്കിൽ ഖുർആൻ വളരെ സങ്കുചിതമായി പോവും, ചുരുങ്ങിപ്പോവും. ഖുർആൻ വിശാലാണ്. ഇമാം ഫഖ്റുദ്ദീൻ റാസി, അള്ളാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. പ്രിയപ്പെട്ടവരെ, പടച്ചോൻ പറ്റുള്ള സംസാരം അതായിരിക്കണം എപ്പോഴും നാവിലൂടെ വരേണ്ടത്. അള്ളാനെ ഓർമ്മിപ്പിക്കുന്ന സംസാരങ്ങളാണ് എപ്പോഴും വരേണ്ടത്. അപ്പോൾ ഖൈറായത് മാത്രം പറയാം. പടച്ചോനെ ഓർമ്മയുള്ളതോടുകൂടെ നാവ് ചലിപ്പിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് ഗീബത്ത് പറയാൻ കഴിയൂല, കളവ് പറയാൻ കഴിയൂല, ആരോപണം ഉന്നയിക്കാൻ പറ്റില്ല, അയാൾക്ക് കളവ് പറയാൻ കഴിയില്ല, അശ്ലീല പാട്ടുപാടാൻ കഴിയില്ല, അശ്ലീല ഡയലോഗുകൾ കൊണ്ട് നടക്കാൻ കഴിയില്ല. അതൊന്നും അയാൾക്ക് കഴിയില്ല. അയാൾ നല്ലത് മാത്രമേ പറയൂ, ഖൈർ മാത്രമേ പറയൂ. ആ ഖൈറിൽ ഏറ്റവും വലിയ ഖൈർ ഖൈറുൽ കലാമി കലാമുല്ലാഹ്. അത് പറയാൻ ഈ മാസത്തിൽ എത്ര ഭാഗ്യമുണ്ടായിരുന്നു, നമുക്ക് അവസരം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓരോ ദിവസവും 2 ഖത്ം ഓതിയിരുന്നു റമദാൻ മാസത്തിൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഞാനുങ്ങളും റമദാൻ 16 എത്തിയപ്പം 16 ജുസ് എത്തിയവരില്ലെങ്കിൽ, 16 ജുസ് പോലും ഓതി തീർത്തിട്ടില്ലെങ്കിൽ ലജ്ജിക്കണം മുസ്ലിമേ, നാണിക്കണം മുസ്ലിമേ. നമ്മൾ എന്തിനാണ് പറ്റുക? എന്തിനാണ് നമുക്ക് അല്ലാഹു വിശുദ്ധ ഖുർആന്റെ വാർഷികാഘോഷമായ റമദാൻ തന്നത്? റമദാന്റെ പ്രത്യേകത അല്ലാഹ് പറയുമ്പോൾ ശഹ്റു റമദാനല്ലദീ ഫറദല്ലാഹു ഫീഹി സിയാം എന്നല്ല പറഞ്ഞത്. അല്ലാഹ് നോമ്പ് നിർബന്ധാക്കിയ മാസാണെന്നല്ല. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് പരിശുദ്ധ റമദാൻ. ആ റമദാനിൽ നിങ്ങൾ ധാരാളം ഖുർആൻ ഓതണം. പകുതിയെ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും വേണമെങ്കിൽ ഓതാം. ഒരു 3 ഖത്ം റമദാനിൽ തീർക്കണമെങ്കിൽ ഒരു ദിവസം 1.5 മണിക്കൂർ ഖുർആൻ ഓതിയാൽ മതിയായിരുന്നു. 1.5 മണിക്കൂർ ഖുർആൻ ഓതിയാൽ മതിയായിരുന്നു. ഇനിയും വേണമെങ്കിൽ 1 മണിക്കൂർ ഖുർആൻ ഓതിയാൽ ശിഷ്ടമുള്ള ദിവസങ്ങളിലും നമുക്ക് 1 ഖത്മെങ്കിലും തീർക്കാൻ കഴിയും. 1/2 മണിക്കൂർ ഖുർആൻ ഓതിയാൽ 1 ജുസ് ആകും. അങ്ങനെ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ, തുടക്കം മുതലേ ചെയ്തിരുന്നെങ്കിൽ, ഇന്ന് ഏറ്റവും ചുരുങ്ങിയത് 16 ജുസ് ആകുമായിരുന്നു. അല്ല, 16 അല്ല, പലർക്കും 1ഉം 1.5യും ഒക്കെ ഖത്മായി. 3 തികക്കണം. മുഅ്മിനീങ്ങളെ ഓതൂ. എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന ഭാഗ്യാണ്, സംശയിക്കണ്ട. 5 മണിക്കൂർ ഒരു ദിവസം ഈ വാട്സപ്പിന്റെ ഫേസ്ബുക്കിന്റെ ഒപ്പം കറങ്ങാൻ നമുക്കൊരു പ്രയാസമില്ല. സമയം പോകുന്നത് അറിയുന്നില്ല. എന്നാൽ ആ സമയം ഒരു 5 മണിക്കൂർ വിവിധ ഘട്ടങ്ങളിലായിട്ട് കണ്ടിന്യൂ ആയിട്ട് 5 മണിക്കൂർ ഓതാൻ കഴിഞ്ഞില്ലെന്ന് വരും. 1 മണിക്കൂർ 24 മണിക്കൂറിൽ നിന്ന് വെട്ടിയെടുത്ത് ഒരു 5 മണിക്കൂർ, ഓരോ മണിക്കൂറിലും നിങ്ങൾ 2 ജുസ് വീതം ഓതുകയാണെങ്കിൽ 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഖത്മ തീരും. ഇല്ലേ? 5 മണിക്കൂർ ഒരു ദിവസം ഖുർആൻ ഓതിയാൽ 10 ജുസ് ആകും. 3 ദിവസം ഓതുമ്പോഴേക്ക് ഒരു ഖത്മാകും. ഞാൻ പറയുന്നത് മാറി ചിന്തിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞതാ പ്രിയപ്പെട്ട കൂട്ടുകാരെ. ആരെങ്കിലും ആലോചിച്ചെങ്കിലോ എന്ന് കരുതി. ഗീബത്തും നമീമത്തും കളവും ഫസാദും പറയാതെ, അത്തരം പോസ്റ്റുകൾ ഷെയർ ചെയ്യാതെ, അത്തരം റിപ്പോർട്ടുകൾ പോസ്റ്റ് ചെയ്യാതെ, ഞാനും നിങ്ങളും നല്ലത് മാത്രം പറഞ്ഞ് ഇസ്തിഗ്ഫാർ ചൊല്ലി, ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, ഖുർആൻ ഓതി ജീവിക്കണം. വദക്കറസ്മ റബ്ബിഹി. നോക്ക്, നിങ്ങൾ റമദാൻ മാസത്തിൽ പോലും എത്ര ഗീബത്തുകളാ ഞാനും നിങ്ങളും പറയുന്നത്. ഒരാൾക്ക് ഇഷ്ടല്ലാത്തത് പറയലാണല്ലോ ഗീബത്ത്. അത് അയാളിൽ ഉള്ളതാവാം, ഇല്ലാത്തതാവാം. ഇഷ്ടല്ലാത്തത് പറയലാ ഗീബത്ത്, ഉള്ളത് ഇഷ്ടല്ലാത്തത് പറയലാ ഗീബത്ത്. ഇല്ലാത്തത് പറയുന്നതിൻ്റെ പേര് ഗീബത്തല്ല, അതിൻ്റെ പേര് ബുഹ്താൻ എന്നാണ്. ബുഹ്താൻ എന്ന് പറഞ്ഞാൽ, ബുഹ്താൻ എന്ന് പറഞ്ഞാൽ ആരോപണം. ഇല്ലാത്തത് പറയുന്നതിന് ആരോപണം എന്നാ പറയാ. പരദൂഷണം എന്ന് പറഞ്ഞിട്ടുള്ളത് പറയലേ.
പക്ഷെ നമ്മളൊക്കെ ഈ റമദാൻ മാസത്തിൽ പോലും എത്ര ആളുകളുടെ പച്ച മാംസാണ് തിന്നത്. ഒരു മാറ്റം ഇനിയെങ്കിലും നമുക്ക് വേണ്ടേ? അൽ ഗീബത്തു അശദ്ദു മിൻ 30 സന്യ. 30 വട്ടം വ്യഭിചരിക്കുന്നതിനേക്കാൾ കടുപ്പമാണ് ഒരു ഗീബത്ത് നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്നതെന്ന് മുഹമ്മദുൽ മുസ്തഫ. കബറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം എന്ന് അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞവരെ പറ്റി അള്ളാഹ് പറഞ്ഞു. അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞത് അള്ളാഹ് തീരെ സഹിക്കൂല. അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറയുന്നത് അതിനെപ്പറ്റി അള്ളാഹ് പറഞ്ഞ വാക്കെന്താ? കബറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം. അവരുടെ വായിലൂടെ പുറത്തേക്ക് വരുന്നത് എത്ര വലിയ വർത്താനാണ് അള്ളാഹ് ചോദിക്കുക. കബറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബ. സൂറത്തുൽ കഹ്ഫ്. പച്ച നുണയാണ് അവർ പറയുന്നത് അള്ളാഹ് പറഞ്ഞു. എനിക്ക് മക്കളില്ല, എനിക്ക് മക്കളുണ്ടാകാൻ പറ്റൂല അള്ളാഹു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതേപോലെ പറയാൻ പറ്റിയൊരു സംഭവം അത് ഈ ഗീബത്ത് എന്ന് പറഞ്ഞാൽ കബറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹ്. തൊള്ളേ കൊള്ളാത്ത വർത്താനാണ് ഗീബത്ത്. പറയരുത്. നിങ്ങൾക്കറിയോ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒറ്റ കാര്യം, ഞാൻ 6 മണിക്ക് പ്രസംഗം അവസാനിപ്പിക്കാം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹ് എന്നോട് പല കാര്യത്തിലും വിചാരണ നടത്താനുണ്ടാവും. നിസ്കാരത്തിൽ, നോമ്പിൽ, ഹജ്ജിലൊക്കെ പോരായ്മ ഉണ്ട് എന്ന് പറയാനുണ്ടാവും പഠിച്ചോൻ എന്നോട്. വിനയത്തോടെ പറയാണ് ഇമാം ഷാഫി തങ്ങൾ, ഉണ്ടായിട്ട് പറയല്ല, വിനയാണത്. അതിലൊക്കെ എന്നെ ചോദ്യം ചെയ്യാനുണ്ടാവും. പക്ഷെ ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാം, പരലോകത്ത് കുത്തനെ നിർത്തിയിട്ട് എന്നോട് പടച്ചോന് ചോദിക്കാൻ ഒരു ചാൻസ് ഉണ്ടാവൂല. മുഹമ്മദ് ബിൻ ഇദ്രീസ്, എന്തിന് നീ ആ മനുഷ്യനെ പറ്റി പരദൂഷണം പറഞ്ഞു, ഗീബത്ത് പറഞ്ഞു? ഇങ്ങനെ ഒരു ചോദ്യം എനിക്ക് നേരെ വരൂല. കാരണം ലോകത്തൊരു പടപ്പിനെയും ഞാൻ അറിഞ്ഞുകൊണ്ട് ഗീബത്ത് പറഞ്ഞിട്ടില്ല. ഷാഫി മാമ. നമ്മളോ വ്യഭിചരിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നവരാണ് ഈ സദസ്സിലുള്ളവരൊക്കെ അല്ലേ? മനുഷ്യനെ കൊന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നവരാണ്. ഗീബത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരാൾ സദസ്സിലോ അല്ലെങ്കിൽ ഇവിടെ പ്രസംഗിക്കുന്ന വേദിയിലുള്ള ഞാനോ ഉണ്ടോ? എത്രയാ ഒരു ദിവസം ഗീബത്ത് പറഞ്ഞു കിട്ടുന്നത്? അള്ളാഹു നന്നാക്കി തരട്ടെ. വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. പിന്നെ പറയുന്നു നിസ്കരിക്കണം. നിസ്കരിക്കണം എന്ന് പറഞ്ഞത് കർമ്മം നന്നാവണമെന്നാണ്. അപ്പൊ കർമ്മം നന്നാവണം. കർമ്മങ്ങളുടെ, സൽക്കർമ്മങ്ങളുടെ പ്രതീകമാണ് നിസ്കാരം. നിസ്കാരമില്ലാത്ത ഒരാൾക്ക് പിന്നെ സാലിഹാകാൻ കഴിയൂല. അതാണല്ലോ അതിന്റെ അർത്ഥം. സൽക്കർമ്മങ്ങളുടെ പ്രതീകമായി നിസ്കാരത്തെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരാൾക്ക് നിസ്കാരമില്ലെങ്കിൽ എന്തിനാ നിസ്കരിക്കുന്നത്? മനസ്സ് നന്നായാ പോരെ? പറ്റൂല. മനസ്സ് നന്നായതുകൊണ്ട് മാത്രം കാര്യമല്ല, ദാനധർമ്മം കൊണ്ട് മാത്രം കാര്യമല്ല. നിസ്കരിക്കാത്ത മനുഷ്യന് പരിശുദ്ധ ഇസ്ലാമില് ഒരു നിലയും വിലയുമില്ല. അള്ളാഹു കൃത്യമായി നിസ്കരിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. നിസ്കാരം എന്ന് പറയുന്നത് പടച്ചോനെ പേടിയില്ലാത്തവർക്ക് അത് വലിയ ഭാരമാണ്. ഖുർആൻ പറഞ്ഞു. അതും തറപ്പിച്ചുറപ്പിച്ചാ പറഞ്ഞത്. ഞാൻ വിശദീകരിക്കുന്നില്ല, പണ്ഡിതന്മാർക്ക് വേഗം തിരിയും. അത് ഒരു സാധാ സ്റ്റേറ്റ്മെന്റ് അല്ല. അത് ഒരുപാട് ശക്തിവാചകങ്ങൾ കൂട്ടിച്ചേർത്തിട്ട അതൊരു ശക്തിയാണ്. ലഖബീറത്ത് എന്നുള്ള ലാമ് വീണ്ടും ഒരു ശക്തിയാണ്. എന്ന് പറയുന്ന ആ രൂപം, അതൊക്കെ വേറെ 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 സംഗതികളാണ്. പറയാൻ സമയമല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പടച്ചോനെ പേടിയില്ലാത്തവർക്ക് നിസ്കാരം ഒരു ഭാരമാകുന്നു. അതുകൊണ്ടാണ് എല്ല് മുറിയ പണിയെടുക്കും. ചെറിയ പൈസ കിട്ടിയാല് ആ പണി നിർത്താനാകുമ്പം ഓവർ ടൈം ജോലി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ശമ്പളം കൂലി തരാന്ന് പറഞ്ഞാൽ പിന്നെയും തയ്യാറാകുക മനുഷ്യൻ. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ടേ, അല്ലെങ്കിൽ അത് കഴിയാതെ ഒരു 4 റക്അത്ത് 3 റക്അത്ത് 2 റക്അത്തൊക്കെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ, ളുഹുറും അസ്റും മഗ്രിബും സുബഹിയും ഒക്കെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാര. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എല്ല് മുറിയ പണിയെടുക്കുന്ന മനുഷ്യന്മാർ, അവർക്ക് എങ്ങനെ അതിന് സാധിക്കുന്നു? പക്ഷേ ഈ നിസ്കരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം ഖുർആൻ പറഞ്ഞു, പടച്ചോനെ പേടിയില്ലാത്തവർക്ക് നിസ്കാരം ഒരെടുത്താ പൊങ്ങാത്ത ചുമടായിരിക്കുന്നു.
എന്നോടൊരു സഹോദരൻ ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യ നിസ്കരിക്കാൻ മടിയാണ്. ഞാൻ പലപ്പോഴും പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിനെന്നും ആ വാക്കിന് പ്രാധാന്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്കൂൾ ടീച്ചറാണ്, നിസ്കരിക്കാൻ മടിയാണോ? പറയാതെ എൻ്റെ ഭാര്യ നിസ്കരിച്ച ഒരു സന്ദർഭം എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഈ ആയത്ത് ചർച്ച ചെയ്ത ദിവസമാണ് എന്നോട് ക്ലാസ്സിൽ പറഞ്ഞത്. ഈ ആയത്ത് വല്ലാത്തൊരായത്താവസ്ഥ. അതെ, എൻ്റെ ഭാര്യനോട് പറയാതെ അവൾ നിസ്കരിച്ചിട്ടില്ല എൻ്റെ അടുത്ത് വന്നതിൻ്റെ ശേഷം. അപ്പോൾ സ്കൂളിൽ ഒരു 2-2:30 ആകുമ്പോൾ ഞാൻ വിളിക്കും, അല്ല ഈ ദുഹർ നിസ്കരിച്ചോ? ഇല്ല, എപ്പോൾ നിസ്കരിക്കും എന്ന് പറയും. ഞാൻ പറയാതെ അവൾ നിസ്കരിക്കൂല, പറഞ്ഞാൽ നിസ്കരിക്കും. അപ്പോൾ ഒരു ദിവസം ഈ സ്കൂള് വിട്ട് വന്നാൽ ഞാൻ നിസ്കരിപ്പിക്കലായി ഇവളെ. പറഞ്ഞ് നിസ്കരിപ്പിക്കണം. അപ്പൊ പറയുമ്പോൾ ഉദു എടുക്കും, പ്രയർ റൂമിൽ കയറും, നിസ്കരിച്ചിറങ്ങി വരും. അപ്പൊ എനിക്ക് ഒരു ദിവസം ഇങ്ങനെ തോന്നി, എന്നും ഇങ്ങനെ പറഞ്ഞിട്ട് വേണമല്ലോ. ഇവൾക്ക് ഈ നിസ്കാരം തീരെ ആലോചിക്കാൻ പറ്റാത്തൊരു സംഭവമാണോ? ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഉച്ചക്ക് കഞ്ഞി കുടിക്കാൻ വന്നപ്പോൾ ഉമ്മ മാത്രമാണ് വീട്ടിലുള്ളത്, ഭാര്യ സ്കൂളിൽ പോയതാ. ഉച്ചക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇയാളുടെ തൊഴിൽ കഴിഞ്ഞ് കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഇയാൾ പ്രയർ റൂമിൽ കയറിയിട്ട്, നിസ്കാര ഹാളിൽ കയറിയിട്ട് ഇവളുടെ നിസ്കാരക്കുപ്പായത്തിൻ്റെ 2 കൈയും തമ്മിൽ കൂട്ടിക്കെട്ടിയിട്ടു. എന്നിട്ട് അത് അവിടെ ഉരുട്ടി വെച്ചു, മടക്കി. സാധാരണ പഴയ ഉമ്മാരൊക്കെ അങ്ങനെയാ ചെയ്യാം. അങ്ങനെ വെച്ചു. വൈകുന്നേരം വന്നു, ഇവളോട് നിസ്കരിക്കുന്നില്ല എന്ന് ചോദിച്ചു. നിസ്കരിക്കാൻ വേണ്ടി ഓടിക്കയറി, ഉദു എടുത്തു, കയറി. ഇപ്പൊ നോക്കണങ്ങൾ, ഉദു എടുത്തിട്ടുണ്ട്, നിസ്കാര റൂമിൽ കയറിയിട്ടുണ്ട്, ഇനി നിസ്കരിച്ചാ മതി. കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നു, നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. നിസ്കരിച്ചു പറഞ്ഞു. ഇയാൾ പോയി നോക്കിയപ്പോൾ ആ കുപ്പായക്കൈ കെട്ടയച്ചിട്ടില്ല. കുപ്പായക്കൈ കെട്ടയച്ചിട്ടില്ല. അപ്പൊ ചോദിച്ചു, ഈ കെട്ടയക്കാതെ എങ്ങനെയാ നീ നിസ്കാര കുപ്പായ ഇട്ടത്? അപ്പൊ കാലങ്ങ് പിടിച്ചു ഇയാളുടെ. സോറി ഇക്ക, ഞാൻ നിസ്കരിക്കാറില്ല, എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല. നേരം തെറ്റാതെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടോ ചെറുപ്പക്കാരെ? നിങ്ങൾക്ക് അല്ലാഹു വിജയം ഉറപ്പാക്കിയിട്ടുണ്ട്. കഴിയണില്ലേ? എന്തോ കുഴപ്പമുണ്ട്, ഒന്ന് ഒരുങ്ങണം. ഇനി നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അപ്പോൾ ഇതാണ് മനസ്സാ വാച കർമ്മണ നന്നാവണം എന്ന് പറഞ്ഞു. പക്ഷെ നന്നായാൽ രക്ഷപ്പെടും. പിന്നെ എന്താ ഇപ്പം ഈ മനസ്സും നാവും പ്രവൃത്തിയൊക്കെയാണ് നന്നാക്കുന്നതിന്, മനസ്സും വാക്കും പ്രവൃത്തിയും നന്നാക്കുന്നതിനുള്ള കുഴപ്പം? അത് അല്ലാഹ് പറഞ്ഞു, ബൽ തൂസിറൂനൽ ഹയാത്ത ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. അതിന് നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സം പക്ഷേ തൂസിറൂനൽ ഹയാത്ത ദുനിയ, നിങ്ങൾക്ക് ഭൗതിക ജീവിതത്തിന് അമിത പ്രാധാന്യമാണ്. വൽ ആഖിറതു ഖൈറും വഅബ്ഖാ, ദുനിയാവിനേക്കാൾ എത്രയോ നല്ല, ദുനിയാവിനേക്കാൾ എന്നും ശേഷിക്കുന്ന, ദുനിയാവ് എന്നും ശേഷിക്കാനുള്ളതല്ല, എപ്പോഴും നഷ്ടപ്പെടാം. ബഹുമാനപ്പെട്ട മർഹൂം മസൂദ് സഖാഫി ഉസ്താദ്, അല്ലാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അല്ലേ, നമ്മളെപ്പോലെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ, പാതിരാ നേരങ്ങളിൽ വഅദ് പറഞ്ഞു ദുആ ചെയ്ത ആ മനുഷ്യൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത താങ്ങാനായില്ല. അദ്ദേഹത്തിൻ്റെ ജനാസ കണ്ട് നിസ്കരിച്ച് നേരെ UAE പോന്നു. അന്ന് തന്നെ 23-ാം തീയതി കയറുമ്പം എയർപോർട്ടിൽ വരുമ്പോഴും പിറകോട്ടാരോ വലിക്കും പോലെ, പോകണ്ട കുടുംബത്തിലേക്ക് തിരിച്ചെത്തൂലാന്നൊരു തോന്നൽ. കാരണം എന്നെക്കാൾ 9 വയസ്സ് ചെറുപ്പാണ് എൻ്റെ പ്രിയപ്പെട്ട മസൂദ് സഖാഫിക്ക്. അപ്പം ഞാൻ ആലോചിക്കണ്ടേ, അദ്ദേഹത്തെക്കാൾ 9 വയസ്സ് എനിക്ക് കൂടും, 8 വയസ്സ് എനിക്ക് കൂടും. അദ്ദേഹത്തിന് 41 വയസ്സായി, എനിക്ക് 49 വയസ്സ് കഴിഞ്ഞു. ഞാൻ ആലോചിക്കേണ്ടതില്ലേ, എനിക്ക് സമയമായിട്ടുണ്ട്? നമ്മളൊക്കെ ആലോചിക്കണ്ടേ? എപ്പോഴും പോകാട്ടോ. പക്ഷേ എന്നും ശേഷിക്കുന്നത് പരലോകമാണ്. അല്ലാഹ് മസൂദ് സഖാഫിയുടെ പരലോകം നീ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത മുഴുവൻ ഖൈറാത്തുകളും നീ ആസ്വദിക്കാൻ എല്ലാ നിലയിലും ഭാഗ്യം നൽകണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ഈ മഗ്ഫിറത്തിൻ്റെ 10-ൽ പാപം പൊറുപ്പിക്കാൻ കഴിയണം. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് നിരന്തരമായി നമുക്ക് പൊറുക്കലിനെ തേടാൻ കഴിയണം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. മുത്തുനബിയെ മനസ്സിൽ കുടിയിരുത്തണം. ഒരു ദിവസം അല്ലാഹുവിൻ്റെ ഹബീബിനെ ഒന്ന് കണ്ടുകിട്ടണം. മോഹമാണത്. നേരത്തെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച സഹോദരൻ ഇവിടെ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഞാൻ സാധാരണ
എൻ്റെ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ ചൊല്ലുന്ന സ്വലാത്താണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് തന്നെയാണത് കേട്ടുപഠിച്ചതെന്ന് പറഞ്ഞു. എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഈ സ്വലാത്ത് എന്നും സുബഹിക്ക് ശേഷം 10 തവണ ചൊല്ലുന്ന ഒരു സഹാബിയെ നബി തങ്ങൾ വല്ലാതെ ബഹുമാനിച്ചു, വല്ലാതെ ആദരിച്ചു, അയാളെ വല്ലാതെ പരിഗണിച്ചു. കഴിയുമെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയ്യ് അദദ മൻ സ്വല്ല അലൈഹി മിൻ ഖൽഖിക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയ്യ് കമാ യൻബഗി ലനാ അൻ നുസ്ല്ലി അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയ്യ് കമാ അമർതനാ അൻ നുസ്ല്ലി അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ സ്വലാത്ത് എന്നും സുബഹിക്ക് ശേഷം ഒരു 10 തവണ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചൊല്ലുക. നബി വലിയ പരിഗണനയാണ് ആ മനുഷ്യന് കൊടുത്തത്. എന്നാൽ നമുക്കെവിടെയെങ്കിലും, നിങ്ങൾക്ക് എൻ്റെ പ്രഭാഷണത്തിൻ്റെ ഒക്കെ തുടക്കത്തിൽ നിന്ന് അത് കിട്ടും. ഏതെങ്കിലും ഒരു പ്രഭാഷണം കേൾക്കുകയാണെങ്കിൽ അത് കേട്ട് പഠിക്കാൻ കഴിയും. അതിന് പ്രത്യേകിച്ച് എഴുതി തരുന്നും വേണ്ട. അത് ഞാൻ ആ ഹദീസ് കണ്ടതിൻ്റെ ശേഷം, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ആ ഹദീസ് കണ്ടതിൻ്റെ ശേഷം എൻ്റെ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ അതേ സ്വലാത്ത് തന്നെയാണ് ചൊല്ലി വരുന്നത്. വർഷങ്ങളോളായി ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് രക്ഷപ്പെടണം, മുത്തുനബിയെ ഒന്ന് കാണണം. ഉശ്റാലി ഉമ്മത്തി ബിറുയത്തി വജ്ഹിഹി ഹദാ ഹുവൽ ജാഹുൽ അഖീമുൽ അസിയദ്. മുത്തുനബിയുടെ ഉമ്മത്തിൻ്റെ സന്തോഷം ആ പൂമുഖം കാണുന്നതിലാണ്. ആ പൂമുഖം കാണുന്നതിലാണ് ഉമ്മത്തിൻ്റെ സന്തോഷം. പഠിച്ചോനെ, ഹദാ ഹുവൽ ജാഹുൽ അഖീമുൽ അസിയദ്. ഇത് ഒരു മനുഷ്യന് കിട്ടിയേക്കാവുന്ന വലിയ സൗഭാഗ്യമാണെന്ന് ഇമാം മഖ്ദൂം തങ്ങൾ, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും, മൗലിദി താവിൽ നമ്മളെപ്പോഴും ചൊല്ലാറുണ്ടെങ്കിലും, നമുക്ക് മുത്തുനബിയെ കാണണം. മനാമിലെങ്കിലും മുത്തുനബിയെ കണ്ടു ഉള്ളൊന്ന് തെളിയണം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ നേരത്ത് അവിടുത്തെ ശിഷ്യൻ മുസന്ന റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മുസന്ന, ഖൽബ് നുറുങ്ങും സഹോദരങ്ങളെ, ഖൽബ് പൊട്ടും സഹോദരങ്ങളെ. ഇത് കേൾക്കുമ്പം ഞാൻ എൻ്റെ അരീക്കോട് മജ്മഇലെ സീനിയർ വിദ്യാർത്ഥികൾ, മുത്തവ്വലിലെ വിദ്യാർത്ഥികൾ, അവർക്ക് കിതാബ് ഓതി കൊടുക്കുമ്പോൾ ഒരു വർഷം ഞാൻ മുവത്ത ഓതി കൊടുത്തപ്പം, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്ത ഓതി കൊടുത്തപ്പം ആ മുവത്തയുടെ വ്യാഖ്യാനം സുർഖാനി, അതിൽ ഇമാം ഹഷിയത്തു സുർഖാനി, അതിൽ ഇമാം സുർഖാനി റളിയല്ലാഹു അൻഹു മാലിക് ഇമാമിനെ പരിചയപ്പെടുത്തുകയാണ്. വഫാത്തിൻ്റെ നേരത്ത് ശിഷ്യൻ മുസന്ന റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ മനോഹരമായൊരു വാക്ക്, അതാ ഞാൻ പറഞ്ഞത്, ഹൃദയം പിടച്ചു പോകും. യാ മുസന്ന മാ നിംതു ലൈലതൻ ഇല്ലാ വഖദ് റഅയ്തു ഫിഹാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട മുസന്ന ശിഷ്യനോട് പറയാണ്, മരിക്കോളും അത് പറഞ്ഞിട്ടില്ല. കണ്ടങ്ങൾ, മരിക്കോളും അത് പറഞ്ഞിട്ടില്ല. അതൊക്കെ സ്വകാര്യ സംഗതികളാക്കി കൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, മുസന്ന മാ നിംതു ലൈലതൻ ഇല്ലാ വഖദ് റഅയ്തു ഫീഹാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രാത്രി പോലും കിടന്നുറങ്ങിയിട്ട് മുത്തുനബിയെ സ്വപ്നം കാണാതെ ഉണർന്ന ഒരനുഭവം എനിക്കില്ല എന്ന് മാലിക് ഇമാമ് പറയാണ്. മാലിക് ഇമാമ് പറയാണ്, അല്ലാ, അങ്ങനെ എന്നും കിടക്കുമ്പോഴേക്കും മുത്തുനബി വരണം, മുത്തുനബിയെ കാണണം. അതൊന്നും ഞങ്ങൾ നിന്നോട് ചോദിച്ചിട്ടില്ല. ഞങ്ങൾക്കത് ഒരുപാട് അകലെയാണ്, ഞങ്ങൾക്കറിയാം. എന്നാലും മരിക്കുന്നതിൻ്റെ മുമ്പ് ഒരു ദിവസം, ഒരു മുബാറക്കായ രാത്രി, പടച്ചോനെ, 10-40 കൊല്ലായി, 10-49 കൊല്ലായി ഞാൻ കിടന്നുറങ്ങി എഴുന്നേൽക്കുന്നു. മരിക്കുന്നതിൻ്റെ മുമ്പ് ഒരു രാത്രി, പടച്ചോനെ, എനിക്കും എൻ്റെ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹബീബിനെ കാണിച്ചു തരണേ അല്ലാ. ഞങ്ങളുടെ ഹബീബിനെ കാണാൻ പറ്റുന്ന ഒരു മുബാറക്കായ രാത്രി നൽകണേ അല്ലാ. ബുശ്റാലി ഉമ്മത്തിഹി ബിറുയത്തി വജ്ഹിഹി ഹദാ ഹുവൽ ജാഹുൽ അളീമുൽ അസിയദു യാ റബ്ബി. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഈ പറഞ്ഞ വയല് എല്ലാ അർത്ഥത്തിലും 1,24,000 നബിമാർ പറഞ്ഞ വയലാണ്. സൂറത്തുൽ അഅലയിൽ അല്ലാഹു പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ മനസ്സ് നന്നാവണം,
വാക്ക് നന്നാവണം, പ്രവൃത്തി നന്നാവണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാ, ഇവിടെ